പ്രിയ പ്രേക്ഷകർക്ക് സീരിയൽ ന്യൂസിലേക്ക് സ്വാഗതം. ചാക്കോയും മേരിയും എന്ന പരമ്പരയിൽ അപ്രതീക്ഷിതമായ കണ്ടെത്തലുകൾ കുര്യച്ചനെ ഞെട്ടിച്ചു കളഞ്ഞിരിക്കുകയാണ്. ചാക്കോയുടെ മിസ്സിങ്ങിന് പിന്നിൽ സേവ്യറും സണ്ണിയുമാണ് എന്നുള്ള കാര്യം കുര്യച്ചൻ പറഞ്ഞതിനെ തുടർന്ന് ഞങ്ങളുടെ പേരിൽ ഈ കുറ്റം വരും എന്നുള്ള കാര്യം ഉറപ്പായതുകൊണ്ടാണ് ഞങ്ങൾ തന്നെ പോലീസിൽ കംപ്ലൈന്റ് നൽകിയത് എന്ന് വ്യക്തമാക്കുന്ന സേവ്യർ ഉടൻ തന്നെ പോലീസ് എത്തുമെന്ന് അറിയിക്കുകയും ചെയ്യുന്നു. ഇതേ തുടർന്ന് അന്വേഷണവുമായി എത്തുന്ന ഇൻസ്പെക്ടറോട് കാര്യങ്ങളെല്ലാം വ്യക്തമാക്കുന്ന സേവ്യർ വീട്ടിൽ നിന്ന് അവൻ ഇറങ്ങിപ്പോകുന്നതിന് തെളിവുകൾ ഉണ്ട് എന്ന് പറയുകയും CCTV ദൃശ്യം കാണിച്ചു കൊടുക്കുകയും ചെയ്യുന്നു. ഇത് കാണുന്ന പോലീസ് ഉദ്യോഗസ്ഥ കുര്യച്ചനോട് ചാക്കോ സ്വയം ഇറങ്ങിപ്പോയതാണ് എന്നോ തെളിയിക്കുന്നതിന് വേണ്ടി മറ്റു യാതൊരു തെളിവും ആവശ്യമില്ല എന്ന് പറയുകയും ചെയ്യുന്നു. അപ്രതീക്ഷിതമായി ഈ കാര്യമെല്ലാം തിരിച്ചറിയുന്നത് കുര്യച്ചനെ ഞെട്ടിച്ചതിനെ തുടർന്ന് കുര്യച്ചൻ ഇതിനെല്ലാം കാരണം എൽസയുടെയും ആലീസിന്റെയും ശ്രദ്ധ കുറവാണ് എന്ന് കുറ്റപ്പെടുത്തുകയും ഞാൻ ഇല്ലാത്ത സമയത്ത് അവന്റെ കാര്യങ്ങൾ നോക്കുന്നതിനു വേണ്ടി ഞാൻ പ്രത്യേകം പറഞ്ഞതല്ലേ എന്ന് ചോദിക്കുന്ന കുര്യച്ചൻ ഇതിനെല്ലാം കാരണം നിങ്ങളാണ് എന്ന് പറയുകയും ഇനി അവന്റെ അമ്മ അവനെ അന്വേഷിച്ചു വരികയാണ് എങ്കിൽ ഞാൻ എന്തു മറുപടിയാണ് കൊടുക്കുക എന്ന് ചോദിക്കുകയും ചെയ്യുന്നു. അപ്രതീക്ഷിതമായ ഈ ചോദ്യത്തിന് മുന്നിൽ എന്തു പറയണം എന്നറിയാതെ ആലീസ് പകച്ചു നിന്നു പോകുന്നു. എന്നാൽ ഇതേ സമയം ജോമിയെ കാണുന്നതിനായി എത്തുന്ന ജിനി വീട്ടിൽ നടക്കുന്ന കാര്യങ്ങളെ പറ്റി വ്യക്തമാക്കുകയും സത്യങ്ങളെല്ലാം പുറത്തു പറയാതിരിക്കുന്നതാണ് നല്ലത് എന്നും ചാക്കോ ഇതുവരെ എവിടെയാണ് എന്ന് കണ്ടെത്താൻ സാധിച്ചിട്ടില്ല എന്നും വ്യക്തമാക്കുന്ന അവൾ ഇതിന് പിന്നിൽ സേവ്യറിന്റെ കളികൾ തന്നെയാണ് എന്ന് ഉറപ്പിച്ചു പറയുകയും ആ കാര്യം അറിഞ്ഞ താൻ കോണ്ടാക്ട് ചെയ്യുന്നതിനായി ശ്രമിച്ചിരുന്നുവെന്നും പക്ഷേ ജിമ്മിയെ ഫോണിൽ ലഭിച്ചില്ല എന്ന് പറയുകയും ചെയ്യുന്നു. ഉടൻ തന്നെ രാജേശ്വരി ഇവിടേക്ക് എത്തും എന്നതാണ് തനിക്കിപ്പോൾ അറിയാൻ സാധിച്ച കാര്യം എന്ന് ജിനി പറഞ്ഞതിനെ തുടർന്ന് ഇനി എന്താണ് ചെയ്യേണ്ടത് എന്ന് ജോമി ചോദിക്കുന്നു. തൽക്കാലത്തേക്ക് അടങ്ങിയിരിക്കാൻ വ്യക്തമാക്കുന്ന ജിനി കാര്യങ്ങളെല്ലാം ഒന്ന് ശാന്തമായതിനു ശേഷം മതി ഇനി എന്തെങ്കിലും ചെയ്യാൻ പോകുന്നത് എന്ന് പറയുകയും ചെയ്യുന്നു. എന്നാൽ കുര്യച്ചന്റെ അവസ്ഥ കാണുന്ന ആലീസ് നീലാംബരിയുടെ അടുത്തേക്ക് ചാക്കോ എത്തിയിട്ടുണ്ടോ എന്ന് അറിയുന്നതിനു വേണ്ടി ഫോൺ ചെയ്ത് ചോദിക്കാൻ എൽസയോട് പറയുന്നുവെങ്കിലും ഫോൺ ചെയ്യുന്ന എൽസയ്ക്ക് നീലാംബരിയെ ഫോണിൽ ലഭിക്കുന്നില്ല. ഇതേ തുടർന്ന് ഇപ്പോൾ ചാക്കോ കോഴിക്കോട് എത്തിയിട്ടുണ്ട് എന്നുള്ള കാര്യത്തിൽ ഉറപ്പിക്കാൻ സാധിക്കില്ല എന്നും ഒരു ദിവസം കൊണ്ട് അവൻ അവിടെ എത്താനുള്ള സാധ്യത കുറവാണ് എന്നും മാത്രമല്ല അവന് എന്തെങ്കിലും സംഭവിച്ചിട്ടുണ്ടോ എന്ന് പോലും അറിയാൻ സാധിക്കാത്തതുകൊണ്ട് ആശ്വസിക്കാൻ സാധിക്കുകയില്ല എന്ന് പറയുകയും ചെയ്യുന്നു. അപ്രതീക്ഷിതമായ ഈ കാര്യങ്ങളെല്ലാം പുതിയൊരു വഴിത്തിരിവാണ് കഥയിൽ ഉണ്ടാക്കാൻ പോകുന്നത്. പോലീസുകാരെ ഞെട്ടിച്ചുകൊണ്ടുള്ള പുതിയ വെളിപ്പെടുത്തലുകളുമായി മോഹനചന്ദ്രൻ വക്കീൽ രംഗത്ത് വരുന്നതോടെ കാര്യങ്ങൾ കൂടുതൽ കലുഷിതമാകും. കൂടുതൽ അപ്ഡേറ്റ്സ് ലഭിക്കുന്നതിന് വേണ്ടി ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ഐക്കൺ ക്ലിക്ക് ചെയ്യുക.